യുവർ ഓണർ, നമ്മുടെ രാജ്യം ഇന്നുവരെ കണ്ടതിലും കേട്ടതിലും വെച്ച് വെരി ഡേഞ്ചറസ് ക്രിമിനൽസ് ആണ് ഈ നൊട്ടോറിയസ് ഗ്യാങ്. 52 മർഡേഴ്സ്, 300 കവർച്ചകൾ, എന്തിന് എണ്ണമറ്റ അപരാധങ്ങളാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ദണ്ഡപാളയം കൃഷ്ണൻ 37 കൊല ചെയ്തവൻ, ലക്ഷ്മി 15, ദണ്ഡഹനുമാൻ 50, ചിക്ക് മുനിയപ്പ 100, മുനികൃഷ്ണ 32, തിമ്മൻ എന്നറിയപ്പെടുന്ന കോടിരാമ 22 അപരാധങ്ങളും ചെയ്തിട്ടുണ്ട്. യുവർ ഓണർ, വർഷങ്ങളായി ഈ മഹാനഗരത്തിന്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്നവരാണ് നൊട്ടോറിയസ് ഗാങ്. ഇന്നത്തെ സാഹചര്യത്തിൽ പൊതുജനങ്ങളും മാധ്യമങ്ങളും പോലീസ് ഡിപ്പാർട്ട്മെന്റും മഹാ അപരാധികളാണ് എന്ന് കുറ്റം ചാർത്തപ്പെട്ടവരാണ് ഈ പറയപ്പെടുന്നവർ. ഇങ്ങനെയുള്ള ഒരു സമ്മർദ്ദ സാഹചര്യത്തിൽ വേറെ മാർഗമില്ലാതെ അസഹായനായ ബഹുമാനപ്പെട്ട ഇൻസ്പെക്ടർ ചലപതി എവിടെയോ ഉള്ള കുറെ ഇന്നസെന്റ് ആളുകളെ പിടിച്ചുകൊണ്ടുവന്ന് അടിച്ചിടിച്ചും മാനസികമായി പീഡിപ്പിച്ച് ചിത്രവധം ചെയ്ത് ഇവരാണ് മർഡർ ഗ്യാങ് എന്ന് തെളിയിക്കാൻ ശ്രമിക്കുകയാണ് യുവർ ഓണർ. സാക്ഷികളെ കൊണ്ടുവരുന്നത് തെളിവിനാണ്. അത് കള്ളസാക്ഷികളാണെന്ന് പറയുന്നത് പഴയ ഏർപ്പാടാ. തെരുവീതിയിലുള്ളവരോട് വരെ ചോദിച്ചറിയേണ്ടി വരും പോലീസിന് കേസിന്റെ സത്യം കണ്ടുപിടിക്കാൻ. നടന്ന എല്ലാ കുറ്റകൃത്യങ്ങൾക്കും കാരണക്കാർ ഇവരാണ് ഗ്യാങ്, നൊട്ടോറിയസ് ക്രിമിനൽസ്. താമസിക്കുന്നവരൊക്കെ ക്രിമിനൽസ് ആണ് എന്ന് കൺഫേം ചെയ്യാനാവില്ലല്ലോ. അങ്ങനെ നോക്കിയാൽ ഞാനും നിവാസിയാണ്. എന്തുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യുന്നില്ല? നിങ്ങൾക്കെതിരെ സാക്ഷികൾ ഉണ്ടെങ്കിൽ നിങ്ങളെയും അറസ്റ്റ് ചെയ്യുന്നതിന് എന്താ? എന്തിനാലോചിക്കണം? യുവർ ഓണർ, ഈ കുറ്റകൃത്യങ്ങളൊക്കെ ഇവരാണ് ചെയ്തു എന്നുള്ളതിന് നമ്മുടെ കയ്യിൽ വേണ്ടത്ര തെളിവുകളുണ്ട്. ഡേറ്റ് 8/12/92 ഇതേ ഗ്യാങ് സുശീല മാഡത്തിന്റെ വീട്ടിൽ ചെന്ന് സുശീല മാഡത്തെയും ഭവ്യ എന്ന യുവതിയെയും കൊലപ്പെടുത്തിയെന്ന് മാത്രമല്ല, ആ കൊലയ്ക്ക് ശേഷം അവരുടെ വീട്ടിലുള്ള സ്വർണമെല്ലാം മോഷ്ടിച്ചുകൊണ്ടുവന്ന് മാർവാടി പന്നാലാലിന് വിൽക്കാൻ ശ്രമിച്ചു. കൊല്ലപ്പെട്ടവരുടെ പഴയ ഫോട്ടോകൾ കാണുന്ന ആഭരണങ്ങൾ ഏതാണോ അത് തന്നെയാണ് അവർ വിൽക്കാൻ ശ്രമിച്ചത്. ഇതിനേക്കാൾ വലിയ തെളിവെന്തിനാണ്? ഇത് മാത്രമല്ല, ചന്ദ്രഗിരി മുരുകൻ ടെമ്പിളിലെ പൂജാരികളെ അതിക്രൂരമായി കൊല ചെയ്ത് വിഗ്രഹങ്ങൾ മോഷ്ടിച്ചതും ഇവർ തന്നെയാണ്. ആ മോഷണ മുതലുകളിൽ അത്യന്തം മുഖ്യമായ മുരുകന്റെ ശൂലം ഇവിടെ ഹാജരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അപരാധങ്ങൾ ഇവർ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. യുവർ ഓണർ, സേഠ് പന്നലാലിനെ വിചാരണ ചെയ്യുന്നതിനുള്ള പെർമിഷൻ നൽകണമെന്ന് അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. പെർമിഷൻ ഗ്രാൻഡഡ്. എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് പന്നലാൽ. അവരെ നോക്ക്. ഇവരിൽ ആരാണ് നിങ്ങൾക്ക് തൊണ്ടി കൊണ്ട് തന്നതെന്ന് പറയാമോ? അവൻ മറ്റവൻ എന്ന് പറഞ്ഞാൽ അവർ ഓരോരുത്തരായി കൊണ്ട് തന്നു എന്നാണോ പറയുന്നത്? അതായത് എന്റെ സാറേ, ഈ 3 പേരും എന്റെ കടയിൽ വന്ന് വളരെ അത്യാവശ്യമുണ്ട്, സ്വർണം തരാൻ കുറച്ച് പൈസ തരണമെന്ന് ആവശ്യപ്പെട്ടു. അതിനുശേഷം ഇൻസ്പെക്ടർ കടയിൽ വന്ന് എൻക്വയറി ചെയ്തതിന് ശേഷം മാത്രമാണ് ഇവര് കള്ളന്മാരാന്ന് ഞാൻ അറിയുന്നത്. യുവർ ഓണർ, സേട്ടിന് സ്വർണം കൊടുക്കാൻ വേണ്ടി പോയ ഇവരൊക്കെ വെറും കള്ളന്മാര് മാത്ര. ഇൻസ്പെക്ടർ ചലപതി കള്ളസാക്ഷികളെ ഉണ്ടാക്കിയിട്ട് ഈ കോടതിയിൽ ഇവരെ കൊലപാതകളൊക്കെ ചിത്രീകരിക്കുകയാണ്. സംഭവത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു ബഹുമാനപ്പെട്ട ഡിഫൻസ് ലോയർ. ക്രിമിനൽസിന് വേണ്ടി വാദിച്ചുകൊണ്ട് സത്യം മറച്ചുപിടിച്ച് ന്യായദേവതയുടെ കണ്ണിൽ മണ്ണിടുകയാണ് യുവർ ഓണർ. കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്ത റെക്കോർഡുകൾ അനുസരിച്ചോ ഇവിടെ കിട്ടിയ സാക്ഷി ആധാരങ്ങൾ വെച്ചോ ഇവരാണ് കൊലയാളികളെന്ന് കോർട്ടിന് പ്രൂവ് ചെയ്യാനാകില്ല. ഞാൻ സാക്ഷി പറയാം യുവർ ഓണർ. നിങ്ങളുടെ പേര്? സരോജ. വയസ്സ്? 42. താമസം? മല്ലേശ്വരം. ഈ നിൽക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. സെപ്റ്റംബർ 4-ന് 1992 വെളുപ്പിന് ഏകദേശം 4 മണി. ഞാനും എൻ്റെ മക്കളും നല്ല ഉറക്കത്തിലായിരുന്നു. എൻ്റെ ഭർത്താവ് തിരുപ്പതിക്ക് പോയിരുന്നു. എൻ്റെ മക്കളെ അവർ കൊന്നുകളഞ്ഞു. അതോടെ ഈ നാടേ വേണ്ടെന്ന് വെച്ച് സിംഗപ്പൂരിൽ പോയി സെറ്റിലായി. അതിനിടയ്ക്ക് ഈ പാപികൾ ചെയ്യുന്ന അന്യായം, കൊല, കൊള്ള, കവർച്ച ഇതൊക്കെ ഞാൻ ടിവിയിലും പേപ്പറിലും കണ്ടറിഞ്ഞു.
ഇവരൊക്കെ ഇതിന്റെ ഭാഗങ്ങളാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ പാപികൾ ജീവിച്ചിരിക്കാൻ പാടില്ല. ഇവർ ചത്താൽ മാത്രമേ മനുഷ്യർക്ക് ശാന്തി കിട്ടൂ. ഞാൻ സ്വയമേ സാക്ഷി പറയാൻ വന്നതാണ്. സർ, ഇതൊക്കെ അറിഞ്ഞിട്ടും ആ പാപികൾക്ക് വേണ്ടി നിങ്ങൾ വാദിക്കാൻ നിൽക്കുന്നല്ലോ. നിങ്ങൾക്ക് മനസാക്ഷിയില്ലേ? നിങ്ങൾ മനുഷ്യനല്ലേ? നിങ്ങൾക്ക് ഭാര്യയും മക്കളും ഇല്ലേ? അതേസമയം നിങ്ങളുടെ ഭാര്യയ്ക്കും മക്കൾക്കുമാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ ഇവർക്ക് വേണ്ടി ഇവിടെ ഇങ്ങനെ വാദിക്കാൻ നിൽക്കുവോ? പറയൂ സർ, പറയൂ. ഇമോഷണൽ ആകരുത്. നിങ്ങൾ സാക്ഷിമൊഴി മാത്രം പറയുക. എന്റെ കൺമുന്നിലിട്ട് എന്റെ 2 മക്കളെ അന്യായമായി ഇവര് കൊന്നില്ലേ യുവർ ഓണർ? ഇതിലേറെ സാക്ഷി എന്തു വേണം യുവർ ഓണർ? എന്തു വേണം സർ? മാഡം, നിങ്ങൾ പൊയ്ക്കോളൂ. ഇൻസ്പെക്ടർ ചലപതിയെ വിസ്തരിക്കാനുള്ള അനുവാദം നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. യുവർ ഓണർ, രാക്ഷസീയതയോടെ രക്തം കുടിക്കുന്ന കിരാതന്മാരെക്കാൾ അധപ്പതിച്ച ഈ നരാധവന്മാരെ നിങ്ങൾ നിരപരാധികളെന്നും സാധുക്കളെന്നും പറയുന്നുണ്ടല്ലോ സർ. പിറന്നു വീണ കുഞ്ഞുങ്ങൾ വരെ ഇവരെ കുറിച്ച് കേട്ടാൽ ഞെട്ടി വിറയ്ക്കുന്ന അവസ്ഥയാണ് ഇവിടെ. സ്റ്റേറ്റിൽ എവിടെയെങ്കിലും രക്തപ്രളയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഇവര് തന്നെയാണുള്ളത്. ഈ സമൂഹത്തിലെ തീരാവ്യാധികളാണ് ഈ നരരൂപ രാക്ഷസന്മാർ, ഈ വിഷജന്തുക്കൾ, ഈ അസുര സന്തതികൾ, ഈ വികൃത മനസ്സുകൾ. ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും തലയൂരിയെടുക്കാൻ വേണ്ടി ഈ ഗ്യാങ് എനിക്ക് പണം തന്ന് സ്വാധീനിക്കാൻ നോക്കി. അതിന് ഞാൻ വഴങ്ങുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ എവിടെയാണുള്ളത്, എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നറിഞ്ഞ് എനിക്കെത്ര ആസ്തിയുണ്ടെന്ന് അന്വേഷിച്ച് RTI അറിയിച്ച് ഇൻഡയറക്റ്റായി എനിക്ക് ജീവഭയം ഉണ്ടാക്കാൻ ശ്രമിച്ചു. എത്രയോ കഷ്ടപ്പെട്ട് പോരാടിയാണ് 2003 അണ്ണാ ഹസാരെ ഈ RTI ആക്ട് കൊണ്ടുവന്നത്. ഈ ക്രിമിനൽസ് ഇതിനെ ഈ രീതിയിൽ മിസ്യൂസ് ചെയ്തു. യുവർ ഓണർ, ഇവർ ചെയ്തു വന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിന്റെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ യാതൊരു തെളിവും അവശേഷിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സാങ്കേതിക രീതി ഇവരുടെ കുട്ടികൾക്ക് പോലും മനപ്പാഠമാണ്. തുണി ചുറ്റി ഇരുമ്പോടി കൊണ്ട് ശബ്ദരഹിതമായി തലക്കടിച്ചു, വെള്ളം കോരി ഒഴിച്ച് വിരലടയാളങ്ങളുടെ പോലും സാധ്യതയില്ലാതാക്കിയും അതിവിദഗ്ധമായാണ് ഇവർ ഈ കുറ്റകൃത്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇവരെ ഇവിടുന്ന് സ്വതന്ത്രരാക്കി വിട്ടാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു സർ, ഇനിയൊരു 100 പേർ കൂടി കൊല ചെയ്യപ്പെടും, ഏറെ പേർ റേപ്പ് ചെയ്യപ്പെടും. മറിച്ച് ഇവരെ ശിക്ഷിക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ സന്തോഷിക്കും. That's all, Your Honor. യുവർ ഓണർ, ഈ ക്രിമിനൽസിനെ ഒക്കെ തിളച്ച എണ്ണയിലിടേണ്ടതാണ്. രക്തം ചിന്തി മരിക്കുന്നതുവരെ ശിക്ഷിക്കണം. അതാണ് ഗരുഡ പുരാണത്തിൽ പറയുന്ന ശിക്ഷാക്രമം. കേട്ടിട്ടില്ലേ? നിർഭാഗ്യവശാൽ നമ്മുടെ നിയമത്തിന് അത്തരം ശിക്ഷാക്രമങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഈ അപരാധികൾക്ക് IPC 302 വകുപ്പ് പ്രകാരം മരണശിക്ഷ വിധിക്കണമെന്ന് നീതിപീഠത്തോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സാർ, ഇവരെ ഒന്നും വെറുതെ വിടരുത്, ശിക്ഷിക്കണം സാർ. ഇവരെയൊക്കെ നടു റോഡിലേക്ക് കല്ലെറിഞ്ഞ് കൊല്ലുക വേണ്ടത്. ഇവരെ ശിക്ഷിക്കാതെ വിട്ടാ രാജ്യത്തിന് ആപത്താണ്. വെറുതെ വിടരുത് സർ, വെറുതെ വിടരുത്. ഓർഡർ, ഓർഡർ. നടന്ന കൊലപാതകങ്ങളൊക്കെ ഒരേ രീതിയിലാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സഹിതം അതിബലമായി സ്ഥാപിച്ചിരിക്കുകയാണ്. ഇതുവരെ വിസ്തരിച്ച സാക്ഷി ആധാരങ്ങൾ ഇവർ തന്നെയാണ് കൊലയാളികളെന്ന് സ്പഷ്ടമാക്കുന്നു. അതുകൊണ്ട് നീലീശ്വരം നിവാസി മാധവദാസിന്റെ ധർമ്മപത്നി സരോജയുടെ പ്രത്യക്ഷ സാക്ഷിമൊഴി തെളിവായി പരിഗണിച്ച ഈ കോടതി ഇവരുടെ ഈ കൃത്യങ്ങൾ അക്ഷന്തവ്യമായ അപരാധങ്ങളാണെന്ന് തീരുമാനിച്ച് IPC സെക്ഷൻ 302 പ്രകാരം ഈ 9 പേർക്കും മരണശിക്ഷ വിധിക്കുകയാണ്. ഞങ്ങളുടെ കഴുത്തിൽ കയറിടാൻ താനാരാ? നാളെ തന്നെ തലയുണ്ടാവും വിചാരിക്കണ്ട. ഇന്ന് തന്നെ തന്റെ രാക്ഷസ, നരരാക്ഷസ, ഗുണഭൂജികൾ, ശവഭോഗികൾ, ഹോയ്.
വാശി കൊണ്ടവർ രുചി കണ്ടവർ ഹോയ് ഈ ഗ്യാങ്ങിലെ ഇനിയും കുറെ പേർ വെളിയിലുണ്ട്. ഇവരെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പ്ലാൻ ചെയ്യുന്നവരാര്? ഇവർക്ക് സഹായികളാവുന്ന പൊളിറ്റീഷ്യൻസ് ആര്? എന്നെ കൊല്ലാൻ ഇവർ ചെയ്ത പ്രയത്നങ്ങൾ എന്തൊക്കെ? ഇതിനെല്ലാം ഉത്തരം രാക്ഷസർ നരരാക്ഷസർ ഇണപൂജികൾ ശവഭോഗികൾ ഹോയ്